അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനു മുമ്പ് ഞാനൊരു ഉണ്ണിയപ്പത്തിന്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ഒരു തരി അരിയോ അരിപ്പൊടിയോ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ശർക്കര ഉരുക്കി മാറ്റി വെക്കണം. 1/2 കിലോ ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 3-4 ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കിയെടുക്കേണ്ടത്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനായി 1/2 കിലോ മൈദമാവാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കിലോ റവ, വറുത്തതോ വറുക്കാത്തതോ ഏതുമാവാം. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കായിട്ട് നമ്മൾ ഒരുക്കി മാറ്റി വെച്ച ശർക്കര ചൂടാറിയതിന് ശേഷം, എന്നാൽ തണുക്കാനും പാടില്ല, ഒരു ചെറിയ ചൂടോടെ ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. 1/2 കിലോഗ്രാം ശർക്കര ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കിയെടുത്തത്. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ടൈറ്റായിട്ടാണ് മാവ് എങ്കിൽ ഏകദേശം ഇത് മതിയായിരിക്കും. അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. തിളച്ചതല്ല, ഇളം ചൂട് മതി. കറക്റ്റ് വെള്ളത്തിന്റെ കണക്ക് പറയാൻ കഴിയില്ല, കാരണം ഓരോ പൊടിയും അനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിന്റെ ആവശ്യകത വരുന്നത്. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വല്ലാതെ ടൈറ്റ് ആയിരിക്കുന്നുണ്ട് എങ്കിൽ ഇതിലേക്ക് ഇളം ചൂടോടുക്കനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റവയാണ്, വെള്ളവുമായിട്ട് കൂടി ചേരുമ്പോൾ കട്ടിയാവാൻ സാധ്യതയുണ്ട്. അതിന് അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ലൂസ് കൊടുക്കനെയാണ് ഞാനിത് മൂടി വെക്കുന്നത്. 3 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറന്നു നോക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടാണ് കണ്ടത്. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കായിട്ട് ഒരു തരി അപ്പസോഡയും ഒരു തരി ഉപ്പും ചേർത്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ, ചേർത്തിട്ടില്ല. പിന്നെ അവനവൻ്റെ രുചിക്കനുസരിച്ചിട്ട് ഏലക്കാപ്പൊടിയോ എന്ത് വേണമെങ്കിലും, ജീരകമോ പിന്നെ തേങ്ങാക്കൊത്തോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണ ചൂടായാൽ ഉടനെ ചുട്ടെടുക്കാവുന്നതാണ്. മൈദപ്പൊടിയും റവയും മാത്രം ചേർത്തത് കൊണ്ട് ഇതിൻ്റെ രുചിക്കൊന്നും ഒരു വ്യത്യാസവുമില്ല. സദാ ഉണ്ണിയപ്പം തന്നെയാണ് ഇത്. കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞറിയിക്കണം ഇത് ഇന്നതുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. ഇത് തനിയെ തന്നെ പൊങ്ങി വരുന്നുണ്ട്. എങ്കിലും ഒരു വശമായി കഴിഞ്ഞാൽ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗവും വേവായി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഈ ഉണ്ണിയപ്പത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സാധാരണ ഉണ്ണിയപ്പം ചുടുന്നതിന്റെ അത്രയും തന്നെ എണ്ണ ഇത് കുടിക്കുന്നില്ല എന്നുള്ളതാണ്. 3 മണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. ഞാൻ എൻ്റെ ജോലി തിരക്ക് കാരണം 3 മണിക്കൂറായി പോയതാണ്. മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുകയുണ്ട്. അപ്പോഴറിയാം ഇതിൻ്റെ കാര്യങ്ങൾ. ഈ മാവ് കൊണ്ട് മുഴുവനായിട്ട് ഞാൻ ഉണ്ണിയപ്പം ചുട്ടില്ല, കാരണം എനിക്ക് വേറെ തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാവ് ഞാൻ അവിടെ മാറ്റി വെച്ചു, പിറ്റത്തെ ദിവസം ചുടാലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് കലത്തപ്പമാണ്. അത് എങ്ങനെയുണ്ടെന്ന് കാണാൻ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഉണ്ണിയപ്പം? നല്ല ഭംഗിയില്ലേ കാണാൻ? കഴിക്കാനും ഇത് തന്നെയാണ് കേട്ടോ, നല്ല രസമാണ്. ബാക്കി വന്ന മാവിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചൂടാക്കി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ലൂസാക്കി എടുത്തു. അതിനുശേഷം അടി കട്ടിയുള്ള ഒരു ചട്ടിയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞ്, അത് വല്ലാതെ മൂത്ത് പോകണ്ട, ഒന്നും കൂടെ കളറ് മാറി വന്നാൽ ഇതിലേക്കായിട്ട് നമ്മൾ മാറ്റി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഈ മാവിലേക്ക് ഞാൻ 2-3 ടേബിൾ സ്പൂണായിട്ട് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് മറിച്ചിട്ടിട്ട് 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അടിയൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ടുള്ള കലത്തപ്പം റെഡിയായി. അപ്പോൾ ഈ മാവ് എന്തിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിൽ നിങ്ങളിത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.
അസ്സലാമു അലൈക്കും.